aspirants, welcome to our Examiner YouTube channel. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ നീറ്റ് ആസ്പിറൻസ് ആവും, എന്തായാലും മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇറ്റ്സ് എ കമ്പൽസറി തിങ്. അല്ലാണ്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ നീറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ്, പ്രാക്ടീസ് വിത്ത് OMR ഷീറ്റ്. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ്, ഓഫ്ലൈൻ മോഡാണ് എക്സാം. അപ്പോൾ ഇതിൽ നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ 180 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ. അപ്പോൾ ഇതിന് മുമ്പ് 180 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയ OMR ഷീറ്റിൻ്റെ സാമ്പിൾ OMR ഷീറ്റ് നമ്മുടെ ഇതിന് മുമ്പത്തെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് OMR ഷീറ്റ് ഉള്ളതെന്ന്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടിയില്ല, നിങ്ങൾ ഓൺലൈൻ മോഡിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ നല്ല റിലയബിൾ സോഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. പക്ഷേ അതിൽ കുറേ ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മിസ്ലീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ആപ്പിലുള്ള കുറേ നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. OMR ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം പെൻ ആൻഡ് പേപ്പർ എക്സാം ആയതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആവും. അടുത്ത കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ്, ടൈം ബൗണ്ട് മാനറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ടോട്ടൽ നിങ്ങൾക്ക് 3 മണിക്കൂറേ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാൻ കിട്ടുള്ളൂ. ആക്ച്വലി നീറ്റ് എക്സാമിൻ്റെ സമയത്ത് 3 മണിക്കൂറേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 3 മണിക്കൂർ എടുത്ത് തന്നെ ചെയ്ത് പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്താ വെച്ചാൽ നീറ്റ് എക്സാം ഓഫ്ലൈൻ മോഡാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, OMR ഷീറ്റ് എടുക്കും, കുറച്ച് ചെയ്യും, ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് 10 വന്ന് ബാക്കിയുള്ളത് ചെയ്യും. അത് തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. അങ്ങനെ ചെയ്യരുത്. 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 3 മണിക്കൂർ കറക്റ്റായിട്ട് ഇരുന്ന് നിങ്ങൾ എക്സാം എഴുതണം. അതേപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നീറ്റ് എക്സാം NTA 2 to 5 PM ഉള്ളിലാണ് കണ്ടക്ട് ചെയ്യുക. നോർമലി 2 to 5 PM. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ഈ മോക്ക് എക്സാം എന്നൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ 2 to 5 PM ഉള്ളിൽ തന്നെ ഈ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നോർമലി ഈ 1 to 2 ഇതൊക്കെ നമ്മുടെ ലഞ്ച് ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുറേ കുട്ടികൾ ചിലപ്പോൾ കടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ റിലാക്സ് ചെയ്യാനുള്ളൊരു മൂഡാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുക. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഈ 3 മണിക്കൂർ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇതൊക്കെ ഏറ്റവും പീക്കിലാവണം. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഈ ഒരു സമയത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ 2 to 5 നിങ്ങൾ ആക്ച്വൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, എനിക്കിപ്പോൾ ഉറങ്ങേണ്ട സമയമാണല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാണല്ലോ, ഞാനിപ്പോൾ റിലാക്സ് ചെയ്യേണ്ട സമയമില്ല, എന്നെക്കൊണ്ട് ഇപ്പോൾ എന്തിനാണ് എക്സാം എഴുതിപ്പിക്കണം എന്നൊരു തോന്നൽ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മനസ്സിനും ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 to 5 എന്നൊരു ടൈമിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളിപ്പോൾ നീറ്റ് എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ 2 to 5 മാത്രമേ എക്സാം എഴുതുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. ബൈ ദി എൻഡ് ഓഫ് ദ പ്രിപ്പറേഷൻ, അതായത് നീറ്റ് എക്സാം അടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം 2 or 3 മോക്ക് എക്സാം എഴുതേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറെങ്കിലും 2 to 5 ഉള്ളിൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് റൈറ്റ് അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് നിങ്ങൾ നീറ്റ് എക്സാം ആക്ച്വലി എഴുതുമ്പോൾ നിങ്ങൾ ഇരിക്കുക, അതേപോലെ വേണം നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് എഴുതണമെന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? കുറേ ടീച്ചർമാരൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. നിങ്ങൾ സ്കൂളിൽ പോയിട്ടാണ്, നിങ്ങളുടെ സ്കൂളിലൊരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുക? കുറേ ബുക്സ് ഉണ്ടാവും അടുത്ത്? ഇല്ല. പ്രോപ്പറായിട്ട് ഇരിക്കും. ഒരു കസേര ഉണ്ടാവും, ഒരു ടേബിൾ ഉണ്ടാവും, യൂസ് ചെയ്യേണ്ട ഒരു പെന്നുണ്ടാവും, പെൻസിൽ അതൊക്കെ ഉണ്ടാവും അടുത്ത്, ചിലപ്പോൾ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടാവും. ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതേ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ വീട്ടിൽ എക്സാം എഴുതുമ്പോഴും ക്രിയേറ്റ് ചെയ്യണം. അതായത് ടൈം ബൗണ്ടായിട്ടിരിക്കുക, ടൈം ബൗണ്ടായിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്യുക. ഇരിക്കുന്ന സമയത്ത് പോസ്റ്ററൊക്കെ നല്ല കറക്റ്റായിട്ടിരിക്കുക. ബെഡിൻ്റെ മുകളിൽ ഇരുന്നിട്ടോ ഞാൻ പതുക്കെ അല്ല
റിലാക്സ് ചെയ്ത് എക്സാം എഴുതാം എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾ ചെയ്യരുത്. ടേബിൾ, ചെയർ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാം. അടുത്ത് കുറേ കാൽക്കുലേറ്ററും ബുക്സും ഒന്നും വെക്കരുത്, കാരണം ഇതൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. റൈറ്റ് അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അനാലിസിസ്. മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞോ? ഇല്ല. മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് ചെയ്യാന്നുള്ളത് അതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു എക്സാം എഴുതി, മോക്ക് ടെസ്റ്റ് എഴുതി, അതിൽ ചിലപ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. കുറേ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിലോ ചിലപ്പോൾ ചില ടോപ്പിക്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് വിട്ടാണ് ചില ടോപ്പിക്സിലത്തെ ക്വസ്റ്റ്യൻസ് ആവും ചിലപ്പോൾ ആ പേപ്പറിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, എനിക്ക് എവിടെയാണ് തെറ്റിയത്, എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിയത്. അതേപോലെ നിങ്ങൾ കുറേ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാറ്റേൺ നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ഈ ഒരു ടോപ്പിക്കാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്, ഇതാണ് എൻ്റെ സ്ട്രോങ് പോയിൻറ്റ്. ഓക്കെ, ഇതിനെനിക്ക് ഇനിയും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് ഇനിയും കൂട്ടാം. പക്ഷേ ഈ ഒരു ഏരിയ എനിക്ക് കുറച്ച് ടഫാണ്, അപ്പോൾ ഇതിൽ വർക്ക് ചെയ്താലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ബൈ ദി എൻഡ് നിങ്ങൾക്ക് ആക്ച്വൽ നീറ്റ് എക്സാം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ മൊമെൻറ്റിൽ ഇരുന്നിട്ട് അയ്യോ ഇതെൻ്റെ സ്ട്രോങ് ടോപ്പിക്കാണ്, എൻ്റെ വീക്ക് ടോപ്പിക്കാണ് എന്നൊരിത് കാറ്റഗറൈസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. സോ അനാലിസിസ് ഓഫ് പേപ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ വൺ തിങ്, നിങ്ങൾ സ്ട്രോങ് ടോപ്പിക്സ്, വീക്ക് ടോപ്പിക്സ് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ഈസ് അക്യുറസി, അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 4 മാർക്ക് കിട്ടും കറക്റ്റ് ആൻസർ ആണെങ്കിൽ. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ്, അതായത് ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ -1 ആണ് വരിക. സോ ഈ നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്താലേ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ, എന്നാലും നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ കിട്ടുള്ളൂ. സോ അക്യുറസി, അതേപോലെ തന്നെ സ്പീഡ്, ടൈം മാനേജ്മെൻറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പേപ്പർ അനാലിസിസ് നടത്തിയേ പറ്റൂ. അതേപോലെ ചില സമയം നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇനിയും ആ എക്സാം എഴുതി കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ മാർക്ക് ആവില്ല നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കിട്ടുന്നുണ്ടാവുക. കാരണം എന്താ, ഡിഫറെൻറ്റ് ടോപ്പിക്സിലാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചില മിസ്റ്റേക്സ് ഉണ്ടാവുക, അല്ലെങ്കിലോ ഓൾറെഡി കിട്ടിയ മാർക്കിനെക്കാട്ടും അതിനെക്കാട്ടും നല്ല മാർക്കാവും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുക. സോ അനാലിസിസ് ഓഫ് മോക്ക് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് ഈ മോക്ക് ടെസ്റ്റ് എഴുതിയാലുള്ള ഗുണങ്ങൾ? ഫസ്റ്റ് തിങ് ഇസ് എക്സാം ടെമ്പറമെൻറ്റ്. അതായത് നിങ്ങൾക്ക് എക്സാമിനോടുള്ളൊരു പേടിയൊക്കെ പോകും. ആ എക്സാം എഴുതാനുള്ള ഒരു മൂഡ്, ഒരു മൈൻഡ് സെറ്റ്, ഒരു ടെമ്പറമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സൊക്കെ മൈൻഡിൽ വെച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എക്സാം ടെമ്പറമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നെക്സ്റ്റ് തിങ് ഇസ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുമ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എഴുതാൻ പോണതും, ഓക്കെ ഐ ആം കോൺഫിഡൻറ്റ് എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതാൻ പോണതും, അത് നിങ്ങളുടെ ആ മനസ്സിലുണ്ടാക്കുന്ന ആ ധൈര്യം, അതാണ് സത്യമായി നിങ്ങളുടെ ആ ഒരു റാങ്കിങ്ങിൽ, നിങ്ങളുടെ മാർക്കിലൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കോൺഫിഡൻസ് ആണ്. അത് ഇത്രയും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളുടെ തന്നെ റാങ്ക് ഏകദേശം എത്ര വരെ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ എനിക്ക് ഇത്രയും പഠിച്ചിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബൂസ്റ്റ് ആവും അത്. നെക്സ്റ്റ് തിങ് ഈസ് സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. 3 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ളൂ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഈ 3 മണിക്കൂർ നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യണം, അതിലത്തെ 180 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും വേണം. ഈ ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും, അതായത് ഏത് 180 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ. അപ്പോൾ ആ ഒരു സ്പീഡും ആ ഒരു ടൈം എങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് ബയോളജിക്ക് എത്ര സമയം കൊടുക്കണം, കെമിസ്ട്രിക്ക് എത്ര സമയം കൊടുക്കണം, ഫിസിക്സിന് എത്ര സമയം കൊടുക്കണം എന്നൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ മോക്ക് എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. കാരണം ബയോളജി എടുക്കുകയാണെങ്കിൽ മെയിൻലി തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടൈം വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ഫുൾ ബയോളജി സബ്ജക്റ്റ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഫിസിക്സിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ കുറേ ന്യൂമറിക്കൽസ് ഉണ്ടാവും, സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ കുറച്ചുകൂടി സമയം എടുക്കും. ബട്ട് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതും ടൈം ബൗണ്ട് മാനറിൽ 3 മണിക്കൂർ വെച്ചിട്ട് തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ദ നെക്സ്റ്റ് തിങ് ഈസ് accuracy. Identify strong and weak areas. അക്യുറസി ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് പറയണത് വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനകത്ത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. സോ അക്യുറസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, മാക്സിമം നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഏതാണ് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്, ഏത് ടോപ്പിക്സാണ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള, ഏതാണ് എനിക്ക് കുറച്ച് വീക്ക് ആയിട്ടുള്ള, എനിക്ക് വർക്ക് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്തേ പറ്റും. സോ ഈ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നീറ്റ് അറ്റംപ്റ്റ് ചെയ്യണം എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നോളേജ് വെൻ ഷെയർഡ് ഇറ്റ്സ് ഗെയിൻഡ്. സോ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.